ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ശേഷമാണ് ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ ഉണ്ടായത്. ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തിയപ്പോൾ ആശ്വസിച്ചത് ലോകമാണ്. ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള പോരാട്ടം എന്ന രീതിയിൽ ഗസയിൽ നടത്തിയത് കൃത്യമായ വംശഹത്യയാണ്. ആ വംശഹത്യ ലോകത്തെ ഞെട്ടിച്ചു. പിഞ്ചുകുട്ടികളെ അടക്കം കൊന്നു തള്ളിക്കൊണ്ടുള്ള വംശഹത്യ ലോക ചരിത്രത്തിലെ ചോരമണക്കുന്ന ക്രൂരത മണക്കുന്ന അധ്യായമായി മാറി. എന്തായാലും ഈജിപ്തും ഖത്തറും അടക്കമുള്ള സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെടുകയും അമേരിക്ക അതിൽ താൽപര്യം കാണിക്കുകയും ചെയ്തതോടെ യുദ്ധത്തിന് തയ്യാറായി നിന്ന ഇരുവരും വെടിനിർത്തലിന് സന്നദ്ധരായി. പരസ്പരം ബന്ദികളെ കൈമാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ട്രംപ്, പുതിയ അമേരിക്കൻ ഭരണാധികാരി ട്രംപ് അതിന് ഇടങ്കോല് ഇട്ടിരിക്കുന്നു. ട്രംപ് പറയുന്നത് ഗസയെ പിടിച്ചെടുക്കും എന്നാണ്. ഗസയെ അമേരിക്കൻ സൈനികർ പിടിച്ചെടുക്കും, അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റും എന്നാണ്. സ്വാതന്ത്ര്യ ബോധമുള്ള ഏതെങ്കിലും ഒരു പൗരൻ ഇത് അംഗീകരിക്കുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് ശക്തമായി പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കൻ സൈനികരായാലും ഇസ്രായേൽ സൈനികരായാലും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ പ്രവേശിച്ചാൽ, തങ്ങളുടെ പരമാധികാരത്തിൽ തൊട്ടുകളിച്ചാൽ തങ്ങൾ തിരിച്ചടിക്കും. ഇതാണ് ഇപ്പോൾ ഹമാസ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ, ഇതുവരെ ഉണ്ടായ വെടിനിർത്തൽ ചർച്ചകൾ പാളുന്ന രീതിയിലാണ് ട്രംപിന്റെ വാക്കുകൾ വന്നു വീണത്. ട്രംപ് ഏത് സമയത്തത് പറഞ്ഞെന്നറിയില്ല. ഇനി അടിച്ചു വിറ്റാറ്റിരിക്കുമ്പോഴാണോ പറഞ്ഞെന്നറിയില്ല. എന്തായാലും നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം. ഗസയെ തങ്ങൾ അധിനിവേശത്തിന് ഇരയാക്കുമെന്നും ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നൊക്കെ. ഗസയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ട്രംപിന് ആര് അധികാരം കൊടുത്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആരാണ് ഇയാൾക്ക് അധികാരം കൊടുത്തത്? ആരാണ് ഇയാളെ കൊണ്ട് ഈ വാക്ക് പറയിച്ചത്? ട്രംപ് ബിസിനസ്സുകാരനാണ്. അയാൾ അമേരിക്കൻ പ്രസിഡന്റ് എന്നതിലുപരി ബിസിനസ്സുകാരനാണ്. അയാൾ നോക്കുന്നത് ഗസയെ ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി അവിടെയുള്ള പലസ്തീനികളെ ഒഴിപ്പിച്ച് അമേരിക്കയുടെ ഒരു താവളമാക്കി മാറ്റാം എന്നാണ്. അതിനുള്ള സൂചനയാണ് അയാൾ പറഞ്ഞത്. പക്ഷേ അത് ട്രംപിന്റെ വാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ വിസ്ഫോടനമാണ്. വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഉപേക്ഷിക്കാൻ ഹമാസ് നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വെടിനിർത്തൽ ചർച്ചകൾ ഉപേക്ഷിക്കാൻ ഹമാസ് നിർബന്ധിതരാകുമ്പോൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം സ്വാഭാവികമായും തുടരും. ട്രംപിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പശ്ചിമേഷ്യയിൽ. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ വർദ്ധിപ്പിക്കുക, അമേരിക്കയുടെ അധിനിവേശത്തിന് കീഴിൽ കൂടുതൽ പ്രദേശങ്ങൾ കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ട്രംപിന് ഉള്ളത്. അതാണ് ട്രംപ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ വാക്കുകൾ പശ്ചിമേഷ്യയിൽ വലിയ വിസ്ഫോടനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. വലിയ വിസ്ഫോടനം. ഒരു തരത്തിൽ വെടിനിർത്തൽ വന്നതാണ്. ഈജിപ്തും ഖത്തറും ഒക്കെ വെടിനിർത്തലിന് വെടിനിർത്തലിന് സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചു. അപ്പുറത്ത് ഹിസ്ബുള്ളയും വെടിനിർത്തി, ഹൂത്തികൾ ചെങ്കടലിൽ ആക്രമണം നിർത്തി. ഇങ്ങനെ ലോകം സമാധാനത്തോടെ പോകുമ്പോഴാണ് ട്രംപിന്റെ വായിൽ നിന്ന് ഇത്തരമൊരു വാക്ക് വന്നിരിക്കുന്നത്. ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്ക്. അപ്പോൾ അതിനർത്ഥം യുദ്ധം നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗസ അമേരിക്കയുടെ കാൽച്ചുവട്ടിലാണ്. അതിനുവേണ്ടി ഒരു ശിഖണ്ഡിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ശിഖണ്ഡിയാണ് നെതന്യാഹു. അത് വ്യക്തമായി കഴിഞ്ഞു.
എന്തായാലും വെടിനിർത്തൽ പാളിയിരിക്കുന്നു എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്.